നമസ്കാരം. ഇത് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറ്റം പറയുന്ന ഒരു കാര്യം, ഒരാളെ പറ്റി കുറ്റം പറയുന്നത്. അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും, നമ്മളിപ്പോൾ ഓഫീസിലെ സ്റ്റാഫുകൾ തമ്മിലാണെങ്കിലും, പ്രണയബന്ധത്തിലാണെങ്കിലും, സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും, നമ്മൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാളുടെ അഭാവത്തിൽ കുറ്റം പറയുന്നവരുണ്ട്. അയാളുടെ പ്രസൻസിൽ നമ്മൾ കുറ്റം പറയുമ്പോൾ അതൊരു നമ്മൾ പറയും ഡീഗ്രേഡ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക എന്നൊക്കെ നമ്മൾ പല ഭാഷയിൽ പറയും. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ടെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പബ്ലിക് പ്ലേസിൽ നമ്മൾ ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫാമിലി മീറ്റിങ്ങിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജുകളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ കൊളീഗ്സിൻ്റെ കൂടെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയാണ്, ആൾക്കത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു മട്ടിൽ നിർദോഷമായ കമൻറ്റുകളാണ് എന്നൊരു ഭാവത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അവരുടേതായ കുഴപ്പങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം, ഫാമിലി റിലേഷൻഷിപ്പിൽ ഈ അടുത്ത കാലത്ത് ഒരു 2-3 കൗൺസിലിംഗ് വന്നുള്ള കാര്യങ്ങളിൽ, അതും പ്രത്യേകിച്ച് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ള കേസുകളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് സമ്മതിച്ചപ്പോൾ ഇതിൽ ആ ചില ആളുകൾ, ചില സ്ത്രീകൾ തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മാഡം, ഏത് നേരം ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ കുറിച്ചിട്ട് എപ്പോഴും കംപ്ലൈൻറ്റാ പറയുക. ഏത് നേരം ആ മനുഷ്യനാണെങ്കിൽ ഒരു സാധു മനുഷ്യനാണ് ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരാണെങ്കിലോ പല റിലേഷൻഷിപ്പിലും കൊണ്ടു നടക്കുന്ന ഒരാളാണ്, എന്നിട്ട് ഇങ്ങനെ മോശം ആൾക്കാരുടെ രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നി, ഇങ്ങനെ കുറ്റം പറയണ കേട്ടപ്പോൾ. അത് പൊതുവേ ഇങ്ങനെ സ്വന്തം ഹസ്ബൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആളുകളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അവിടെ അവര് ഓക്കെ അല്ല. കാരണം അത് മാത്രമല്ല, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ചാറ്റ് ചെയ്യണ സമയത്ത്, എൻ്റെ വൈഫ് അങ്ങോട്ട് അത്ര പോരാ, അവള് ഞാൻ എത്ര സ്നേഹിച്ചിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അവളെ ഞാൻ എത്ര കെയർ ചെയ്തിട്ടും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ സംസാരിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒരു സിമ്പതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മനോഭാവമാണ്. ഇതാണ് പറയുകയാണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ പറയുമ്പോൾ പെണ്ണിന് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അയ്യോ പാവല്ലേ, എന്തൊരു ഫാമിലി ലൈഫല്ലേ, എന്തൊരു മനുഷ്യനാണ്, എന്നിട്ട് എന്താ ഇയാൾ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാക്കിയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പെണ്ണാണ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മൈൻഡിൻ്റെ ആ ലെവല് തന്നെ മാറിപ്പോവും. പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കാണാം. അവിടെ വെച്ചൊരു പെണ്ണാണ് ഒരാണിൻ്റെ അടുത്ത് പറയുന്നെങ്കിൽ, ഇങ്ങനെ ഹസ്ബൻഡ് എന്നെ നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, പല രീതിയിൽ ഇങ്ങനെ ആൾക്ക് എപ്പോഴും ആളുടെ കാര്യങ്ങളാണ്, എന്നെയല്ല കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണില്ല, ഇങ്ങനെ പല രീതിയിൽ പല ഇതിലും കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആണുങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം അവൈലബിൾ എന്നുള്ളൊരു ലെവലിലേക്കാണ് അവരെടുക്കുന്ന ഒരു കാര്യം. ഇത് കുഴപ്പമില്ല, ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും കാണുന്നത്. നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ അവരെ രക്ഷകനായിട്ടും ബ്രദറായിട്ടും സഹോദരിയായിട്ട് കണക്കാക്കുന്നവര്, അല്ലെങ്കിൽ നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ബന്ധങ്ങളും പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് എത്തും. സാധാരണ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നടക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കുറെ കാലമായിട്ട് ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല, ഈ ഒരു ചട്ടക്കൂടി കൂടെ പോകുന്നത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ പറഞ്ഞ മാതിരി കുറ്റങ്ങൾ പറഞ്ഞിട്ട് അടുക്കുന്ന ആൾക്കാർ. ഇതിലെന്താണ്ടാവുന്നത് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പുകൾ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അപകടത്തിലെത്തും. ഈ അപകടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സങ്കടത്തില് വിഷമത്തില് നമ്മളെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ചായ്വുണ്ടാവും. അത് നല്ല വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് പറ്റും.
നമ്മൾ എപ്പോഴും പുറമേയുള്ള സ്ട്രേഞ്ചറോട് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണറെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു ബന്ധത്തിന്റെ അളവ് മനസ്സിലാക്കിയാൽ നിങ്ങളോട് ഒരു വിലയിടിവായിട്ടേ തോന്നുള്ളൂ. അപ്പൊ സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ പുരുഷന്റെ മാതിരിയല്ല. പുരുഷൻ അവിടെ കിട്ടുന്നതിന്റെ ഒരു ചിന്താഗതിയിലേക്ക് അങ്ങനെയാണ് പോകുമ്പോൾ അവനല്ല വരുന്ന നഷ്ടങ്ങൾ കൂടുതൽ സ്ത്രീക്ക് തന്നെയാണ്. പലപ്പോഴും വലിയ അപകടത്തിൽ ചെന്നെത്തി. സ്ത്രീ തന്നെ ഒരു സ്ത്രീനെ ഇങ്ങനെ പറയുന്ന സമയത്ത് പലപ്പോഴും എനിക്കറിയാവുന്ന പലരോടും പറയാറുണ്ട്, കുറ്റങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് നേരം നിങ്ങൾ ഇങ്ങനെ കംപ്ലൈന്റും കുറ്റങ്ങളും പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായത് പറയാം. പക്ഷെ ഏത് നേരം ഒരു വ്യക്തിയുടെ പോസിറ്റീവ് ഒന്നും പറയാതെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് തോന്നുക. അപ്പൊ ഇത് തന്നെ ഞാൻ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതേമാതിരി ഇങ്ങനത്തെ കൗൺസിലിംഗ് കേസസിൽ വന്നപ്പോൾ മറ്റുള്ള ആളുകളും കണക്കാക്കുന്ന ഒരു രീതി, ഒരു സ്ത്രീനെ തന്നെ ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല മാം, ആ സ്ത്രീ അവളുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവളുടെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞത്, എന്നിട്ട് ഇവളെ ഇങ്ങനെ കുറെ അവിഹിത ബന്ധങ്ങളിലേക്ക് വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ഒരാളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാളെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയാൻ, ശരി അത് വിഷമങ്ങളാണ്, അവരുടെ വിഷമങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ. ആ വിഷമങ്ങൾ 2 ദിവസം 3 ദിവസം നിങ്ങൾ കേൾക്കുമ്പോൾ 4, 5, 6 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെ വിഷമങ്ങളായിട്ടാണോ അതിനെ തോന്നുന്നത്, അതോ വേറെ എന്തെങ്കിലും ആയിട്ടാണോ നിങ്ങൾ തോന്നുന്നത് എന്നൊന്ന് റീചെക്ക് ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറയുമ്പോൾ. ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ്, ഈവൻ സെക്ഷൽ മാറ്റേഴ്സ് അടക്കം ചില ആളുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അദ്ദേഹം എന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ എന്നെ എങ്ങനെയാണ്, ഇതൊക്കെ പറയുന്നത് വേറൊരു മീനിങ് ആണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് കൊടുക്കുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹസ്ബൻഡും വൈഫിന്റെയും ഇടയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പാരന്റിങ്ങിന്റെ ആണെങ്കിലും എല്ലാവരും പറയുന്നതാണ് ഈ ഒരു 80-20 അതൊന്ന് ശ്രദ്ധിക്കാൻ പറയും. അതായത് 80% നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് 80% നല്ല കാര്യങ്ങൾ ചിന്തിച്ച് സംസാരിക്കുക, 20% മതി. ഇത് കുറച്ചും കൂടി നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇതിപ്പോ 50-50 കൂടി അല്ല ഞാൻ പറയുന്നത്, 70-30 അല്ല പറയുന്നത്, ഞാൻ 80-20 ആണ് കുറച്ചും കൂടി നിങ്ങളോട് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ പ്രധാനമാണ്. കാരണം നല്ലത് ചിന്തിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് സാധിക്കണില്ല, എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചിട്ട്. അപ്പൊ അതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 20% കുറ്റങ്ങൾ പറയുമ്പോൾ 80% നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ 20% കൂടെയാണ് നമ്മൾ ഈ നെഗറ്റിവിറ്റി പറയുമ്പോൾ അതിന് ഈ 80% നിൽക്കുക. അപ്പൊ കേൾക്കുന്ന ഒരാൾക്ക് അവര് നല്ലൊരു റിലേഷൻഷിപ്പാണ്, ചെറിയ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ നല്ലതാ തോന്നും. നമ്മൾ എപ്പോഴും കുറ്റങ്ങൾ പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശരിക്കും അങ്ങനെ പ്രശ്നമുള്ള ഒരാളാണോ എൻ്റെ പാർട്ട്ണർ? ആൾക്ക് ഒരു പോസിറ്റീവും ഇല്ലേ? ആൾക്ക് എല്ലാം നെഗറ്റീവാണോ? ആൾ എന്നെ ഒട്ടും സ്നേഹിക്കണില്ലേ? എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ? അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവള് എനിക്ക് പറ്റിയൊരു ഭാര്യയല്ലേ, എനിക്ക് പറ്റിയ ഭർത്താവല്ലേ, എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലേ, എൻ്റെ വീട്ടുകാരെ എൻ്റെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ബഹുമാനം തരുന്നത്? അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ കളിയാക്കിയിട്ടാണെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഇഷ്ടാവില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങളെ കളിയാക്കി പറയുമ്പോൾ ഇഷ്ടാവോ? ഇല്ല. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വലിയ വഴക്കിലേക്ക് പോകും. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം നിങ്ങളുടേതായ ഒരു കോർണറിൽ പറഞ്ഞു തീർക്കുക. പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഫാമിലീസിനെ കൊണ്ടുവരുന്നതിനേക്കാളും ബെസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൽ കൂടെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ പറഞ്ഞ ഈ 80-20 നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്കൊന്നും ആരെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒട്ടും ഈ 80-20ലേക്ക് പറയാൻ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒരു ഗുണങ്ങളും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. പൊസസീവ്നെസ് അല്ല സ്നേഹം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒപ്പം അയാളുടെ ഷോൾഡർ ആയിട്ട് നിൽക്കാൻ സാധിക്കണം, ഒപ്പം നിൽക്കാൻ സാധിക്കണം. നമുക്കൊരു സങ്കടമോ വിഷമോ ഉണ്ടെങ്കിൽ നമ്മൾ ആളുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കുമ്പോൾ അവരെ മനസ്സിലാക്കി എന്ന് പറയുമ്പോഴാണ്, അതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പല ആൾക്കാരും അതല്ല ശ്രദ്ധിക്കാറ്. അവര് ഈ സമയത്ത് കുറ്റങ്ങൾ പറയും. ചിലരെന്താ കുറ്റങ്ങൾ പറഞ്ഞാൽ അവരോട് പറയാതെ വീട്ടുകാരോട് വിളിച്ചു പറയും, അമ്മനെ വിളിച്ചു പറയും, അച്ഛനെ വിളിച്ചു പറയും, വല്യമ്മ വിളിച്ചു പറയും, ചെറിയമ്മ വിളിച്ചു പറയും, കൂട്ടുകാരെ വിളിച്ചു പറയും, അങ്ങനെ ഇങ്ങനെ എല്ലാവരോടും പറയും. എന്നിട്ട് ഇവരെ പ്രശ്നം തീരും ചെയ്യും. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ ഏത് നേരം കുറ്റവും പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കണ്ടില്ലേ, ഇപ്പോൾ വലിയ വർത്താനായിരുന്നു, നാണില്ലേ, ഈ ഒരു അർത്ഥത്തിലേ നോക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന മാത്രമേ മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.
പിന്നെ വേറൊരു കാര്യം, പലപ്പോഴും എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ സർക്കിളിൽ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, പരസ്പരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കാൻ നോക്കണം. പിന്നെ പോസിറ്റീവ്സിൻ്റെ കൂടെ വേണം നെഗറ്റീവ്സ് നമ്മൾ ഇപ്പോഴും പറയാം. കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാർ പോലും നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു പുരുഷൻ കുറ്റപ്പെടുത്തുന്നതിനല്ല അത്ര പറയും, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോഴും ഇങ്ങനെയാണ് കാണുന്നത് തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് പറ്റാത്ത ബന്ധങ്ങളാണെങ്കിലും നമ്മൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം. നമുക്ക് പറ്റുന്ന ബന്ധങ്ങളാണെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ 80-20 ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു 80% നന്മയുണ്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 50-50 നിങ്ങൾക്ക് നന്മ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം. 80-20 ഞാൻ പറയുന്നത് നല്ലത് പറയാൻ പഠിക്കുക കുറ്റപ്പെടുത്തുമ്പോൾ. പക്ഷെ നമ്മളൊരാളുടെ ക്വാളിറ്റീസിൽ നോക്കുമ്പോൾ ഒരു 50%, 50-50 പകുതി ഉണ്ടോ, ഇനിയിപ്പോൾ 50-40, അയാൾക്കിപ്പോൾ 40% നല്ലതും 50% കുറ്റങ്ങളാണെങ്കിൽ ഒരു 10% നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലൊക്കെ നമുക്ക് ഒരു റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടാവും. ഭാര്യയ്ക്കും ഉണ്ട്, ഭർത്താവിനും ഉണ്ട്. അവരവരുടെ സങ്കല്പങ്ങളെയാണ് നിങ്ങളുടെ അടുത്ത് തേടുന്നത്. അതെല്ലാം ആവണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ മറിച്ച് ചിന്തിക്കേണ്ടത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്കും അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ അത്ര പെയിൻ വേറെ ആൾക്കും മനസ്സിലാവണമെന്നില്ല. മറ്റൊരാളോട് പറയുമ്പോൾ അത് നല്ല മീനിങ്ങിൽ എടുക്കണമെന്നില്ല. സ്ഥിരമായി ഒരാളോട് നമ്മുടെ ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ കുറ്റം പറയുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ നോക്കുന്നത്. അതുമാത്രമല്ല, ഇമോഷണലി വീക്കായ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വളരെ ഈസി ആയിട്ട് ആളുകൾ എത്തും. ആ ഇമോഷനിൽ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് അത് പ്രശ്നവും, ഞാൻ അവൻ്റെ സങ്കടം പറഞ്ഞിട്ടാണ് അവൻ്റെ അടുത്തേക്ക് പോയത്, അവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം ഉണ്ടായി, അതിൽ നിന്ന് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോയി, അവൻ എന്നെ പറ്റിച്ചു, ഇവളെന്നെ പറ്റിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പോകുമ്പോൾ ഓരോ ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് തന്നെ ഈ ഒരു കാരണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല റൈറ്റ് പേഴ്സൺ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടുപേരിലും അദ്ദേഹത്തിന് അവളുടെ നല്ല കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരം ആലോചിക്കുക. ആ നല്ല കാര്യങ്ങൾ ആലോചിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. ഈ നെഗറ്റീവ് കാര്യങ്ങളും ഈ പോസിറ്റീവ് കാര്യങ്ങളും നോക്കുമ്പോൾ നെഗറ്റീവിനാണോ പോസിറ്റീവിനാണോ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് നോക്കുക. ഈ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊരു റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നിയാൽ അത് ഒട്ടും ശരിയാവില്ല. നിങ്ങൾ എത്ര ആളുകളോട് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് കുറ്റം പറയുന്നോ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഉറപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അത് നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നല്ലതാണെന്നുള്ള തോന്നൽ നമുക്കാണ് സ്വയം ഉണ്ടാവേണ്ടത്. ഈ പറഞ്ഞ കാര്യത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ, കൈ വെക്കണോ, അടിക്കണോ, ഉപദ്രവിക്കണോ, കള്ളു കുടിക്കണത്, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന ടോക്സിക് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ദയവ് ചെയ്ത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ദയവ് ചെയ്ത് അത്തരം ബന്ധങ്ങളുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യാൻ ഉടനെ തന്നെ ശ്രമിക്കണം. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ 2 തരത്തിൽ ഉപദ്രവിക്കുന്നവരുണ്ട്. മൂവ് ഓൺ ചെയ്യാൻ തന്നെ പഠിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ല ഇങ്ങനെയാണ് ആ മാഡം പറഞ്ഞത് എന്ന് പറഞ്ഞ് വരരുത്. കാരണം ഇന്നത്തെ കാലത്ത് ഇതും കൂടി പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അത് ഇനിയും, ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ഫാമിലി കൗൺസിലിംഗ്, നിങ്ങൾക്ക് ഒന്നാവാനാണോ ആഗ്രഹം അതോ വേറെ പിരിയാനാണോ ആഗ്രഹം? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് വേറെ ഒന്നല്ല. ഒന്നാവാനാണ് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അവരെ ഒന്നിപ്പിക്കുന്നതിന് ശ്രമിക്കേണ്ടു. ഇത് ഒന്നാവാൻ ആഗ്രഹമില്ലാത്തവരെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവരെ ഈ നെഗറ്റിവിറ്റി ഇല്ലാണ്ട് അകറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ സ്വയം ഇടിച്ചു താഴ്ത്തുന്ന ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.